മോചന വഴിയെ ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒമാനിലെ ഒരു ചെറിയ പ്രദേശമായ കസബിലെ 3 സഹോദരങ്ങളെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്നത്. അവരുടെ പ്രാർത്ഥന കൂട്ടായ്മയെയും അവരുടെ ജീവിതാനുഭവങ്ങളുമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദുബായ് എമിറേറ്റ്സിൻ്റെ വടക്കേ എമിറേറ്റ്സായ റാസഖേമ ബോർഡറോട് ചേർന്ന് കിടക്കുന്ന സുൽത്താനേറ്റ് ഓഫ് ഒമാൻ്റെ കസബ് മുസണ്ടം എന്ന ഗ്രാമത്തിലാണ് നമ്മളുള്ളത്. ഈ ഗ്രാമത്തിൽ ഒരു ചെറിയ കൂട്ടായ്മ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ബ്രദറിൻ്റെ പേരും ബ്രദർ നാടും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഞാൻ ടോണി, കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് വെള്ളാങ്ങല്ലൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് ഞാൻ വരുന്നു. ഞാനിവിടെ ഒമാനിൽ 1991 ഫെബ്രുവരി മാസം 10-ാം തീയതി ഇറങ്ങിയതാണ്. അതിനുശേഷം ഉദ്ദേശം 6 വർഷങ്ങൾക്ക് ശേഷം 1997 മാർച്ച് 27-ാം തീയതി കസാബിൽ വന്നിറങ്ങി. അവിടെ നിന്നിങ്ങോട്ട് ഈ നാളെത്രയും ഞാൻ കസാബിൽ തന്നെയുണ്ട്. ഞാൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുന്നു. അടുത്തത് ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് പ്രിൻസ്. എൻ്റെ മുഹമ്മദ് പേര് ഫ്രാൻസിസ് എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ പുറക്കാട് പഞ്ചായത്തിലാണ് എൻ്റെ വീട്. ഞാനിപ്പോൾ സെറ്റിലായിരിക്കുന്നത് വൈക്കം ടൗണിൽ തന്നെയാണ്. എനിക്ക് ഭാര്യ ട്രീസ, എൻ്റെ 3 മക്കൾ എനിക്കുണ്ട്. മൂത്ത മകൾ പ്രിൻസ് സിറോസ് ഫ്രാൻസിസ്, അവൾ കോയമ്പത്തൂരിൽ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മോനാണ്, അവനിപ്പോൾ അമൽ ജ്യോതി കാഞ്ഞിരപ്പള്ളിയിൽ MCAക്ക് ചേർന്നിരിക്കുന്നു. മൂന്നാമത്തെ മോള് പ്രൈസ് മേരി ഫ്രാൻസിസ്, അവൾ മേരി മൗണ്ട് സ്കൂളിൽ, കോട്ടയത്തുള്ള മേരി മൗണ്ടിൽ +1 ചേർന്നിരിക്കുന്നു. ഞാനിവിടെ കസാബിൽ ഏകദേശം ഒരു 23 വർഷമായിട്ട് കസാബിൽ ജോലി ചെയ്യുന്നു. സ്വന്തമായിട്ട് ചെറിയ വർക്ക്ഷോപ്പും ചെറിയ കോൺട്രാക്ട് വർക്കൊക്കെ ഉണ്ട്. ദൈവപരിപാലനയിൽ അങ്ങനെ കടന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്, താങ്ക് യു. ബ്രദറിന് പേരും നാടും ഒക്കെ എവിടെയാണ്? പ്രൈസ് ലോർഡ്. ഞാൻ എബ്രഹാം. എൻ്റെ വീട് കേരളത്തിലെ കോട്ടയത്തിനടുത്ത് പുതുപ്പള്ളി. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് മിനി. 2 പെൺകുട്ടികൾ. മൂത്ത മോളുടെ പേര് ഫെനീന, രണ്ടാമത്തെ ആൾ ദിയ. മൂത്ത മോള് +2 കോട്ടയം മണർകാട് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ മകൾ ദിയ പുതുപ്പള്ളി സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാനിവിടെ 2001 കസബിലെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. എൻ്റെ ജോലി സംബന്ധമായി കസബിലേക്ക് വന്നു. 2001 മുതൽ കൂട്ടായ്മയിലുണ്ട്. ഞാൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലാണ് വർക്ക് ചെയ്യുന്നത്.
അതുപോലെ ഞാൻ ഈ വരുന്ന സമയത്ത് എന്നെ ഈ കൂട്ടായ്മയിലേക്ക് ആകർഷിച്ച് ആദ്യം വന്നപ്പോൾ മുതൽ ഈ കൂട്ടായ്മയിലെ സഹോദരങ്ങളുടെ ഈ പ്രാർത്ഥന, ദൈവത്തിൻ്റെ ശക്തിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ഈ പ്രാർത്ഥന എന്നെ ഒരുപാട് ആകർഷിച്ചു. അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിന് വളരെയേറെ അനുഗ്രഹം ഈ കൂട്ടായ്മയിലെ വരവോടുകൂടി ഉണ്ടായി. ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി. അതുപോലെ എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും എനിക്ക് ഉപേക്ഷിക്കുവാൻ സാധിച്ചു. മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ എനിക്ക് സാധിച്ചു. മദ്യം വർജിക്കുവാൻ, മദ്യത്തെ കൈകൊണ്ട് അത് തൊടാൻ പോലും മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുവാൻ വരെ ഉള്ള ആ ഒരു കൃപ ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചു. എൻ്റെ ജോലി സംബന്ധമായി ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന മദ്യവുമായി ബന്ധപ്പെട്ടുന്ന ജോലിയിൽ നിന്ന് എനിക്കൊരു മാറ്റം ദൈവം നൽകി അനുഗ്രഹിച്ചു. ഞാൻ ഈ കൂട്ടായ്മയിൽ സജീവമാകും തോറും ഞങ്ങളുടെ കുടുംബമായി വളരെ അധികം അനുഗ്രഹിച്ചു. ആ ദൈവത്തിൻ്റെ പരിപാലനയിലാണ് ഞങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ വന്ന് മറ്റുള്ള സഹോദരങ്ങളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകം മക്കൾ ഈ കൂട്ടായ്മയിൽ കൂടി അനുഗ്രഹം പ്രാപിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ മക്കൾക്ക് ഈ കൂട്ടായ്മയിൽ കൂടി അനുഗ്രഹം കടന്നു വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഞാൻ യാക്കോബായ സഭയിൽപ്പെട്ട ഒരു അംഗമാണ്. എൻ്റെ ഇടവക കോട്ടയം മണർകാട് സെയിൻറ്റ് മേരീസ് കത്തീഡ്രലാണ്. ഞാൻ ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്നത് പോലെ തന്നെ അനേകം മക്കൾ അപ്പോസ്തലിക സഭകളിൽപ്പെട്ട അനേകം മക്കൾ ഈ കൂട്ടായ്മയിൽ വന്ന് ആരാധിക്കുന്നു. അതിൻ്റേതായ ഒരു അനുഗ്രഹം, പ്രത്യേകമായ ഒരു അനുഗ്രഹം ഈ കൂട്ടായ്മയ്ക്കുണ്ട്. ഒരു എക്യൂമെനിക്കൽ സ്വഭാവമുള്ള ഒരു കൂട്ടായ്മയാണ്. തുടക്കം മുതൽ ഏതാണ്ട് 30 വർഷക്കാലമായി ഈ കൂട്ടായ്മ അതിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റം വരാതെ, അത് നമ്മുടെ സഭയുടെ കീഴിൽ തന്നെ ഒരു മാറ്റവുമില്ലാതെ നല്ല തീക്ഷ്ണതയോടുകൂടി ഈ കൂട്ടായ്മ കടന്നുകൊണ്ട് ദൈവം വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂട്ടായ്മ നാൾക്ക് നാൾ അനുഗ്രഹം പ്രാപിച്ചു വരുന്നു. അതിനെ അവർ ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ബ്രദർ ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് കടന്നു വരാനും ബ്രദറിന് ആക്റ്റീവായിട്ട് ഇതിൽ പ്രവർത്തിക്കുവാനൊക്കെ ഉണ്ടായ കാരണങ്ങൾ, എത്ര വർഷം ബ്രദർ ഈ കസബിലെ പ്രയർ ഗ്രൂപ്പിൽ വരുവാനും ഇതിൽ ഇത്രയും തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാനായിട്ടൊക്കെയുള്ള കാരണങ്ങൾ, ദൈവികമായ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാവോ? തീർച്ചയായിട്ടും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ മാർച്ച് 27-ാം തീയതി 1997 മാർച്ച് 27-ാം തീയതി ഇവിടെ വന്നിറങ്ങി. ഞാൻ 6 വർഷക്കാലം മസ്കറ്റിൻ്റെ പ്രദേശത്തായിരുന്നു. അവിടെ ഗാല പള്ളിയുടെ പരിസരത്ത് തന്നെയായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഈവനിങ്ങിൽ കുർബാനയ്ക്ക് പങ്കുചേരാൻ പോകുമായിരുന്നു. എന്നാൽ കൂട്ടായ്മയോ പ്രാർത്ഥന കൂട്ടായ്മയിലോ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പങ്കെടുത്തിരുന്നില്ല. കുർബാനയാണ് ഏറ്റവും വലിയ കൂട്ടായ്മകളെന്ന ബോധ്യത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോകുകയായിരുന്നു. കസാബിൽ വന്ന് അതിന് ശേഷം എനിക്ക് ആ വിശുദ്ധ കുർബാന എന്നും സംബന്ധിക്കാനുള്ള അവസ്ഥ നഷ്ടമായി. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഏറ്റവും നിരാശയോടെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഒരു സഹോദരൻ, കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ എന്നെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരികയും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അവിടെ മുതൽ എനിക്ക് എല്ലാ ദിവസവും സംബന്ധിച്ചിരുന്ന വിശുദ്ധ കുർബാന നഷ്ടമായതിൻ്റെ ആ കുറവ് ഇവിടെ കസാബ് കൂട്ടായ്മയിൽ വന്നു തുടങ്ങിയത് മുതൽ എനിക്ക് നികത്താനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ ആഴ്ചയിൽ 3 ദിവസമാണ് ഇവിടെ പ്രാർത്ഥന നടക്കുന്നതെങ്കിൽ പോലും ഇവിടെ വന്നു തുടങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം ആ 3 ദിവസവും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും പ്രഭാതം വരാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നു. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആത്മീയമായ ഉണർവാകാം. ഒരുപക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല, എങ്കിൽ ദൈവം തിരിച്ചറിഞ്ഞു, ദൈവം പ്രവർത്തിച്ചു. ആ ആത്മീയമായ ഉണർവാകാം എനിക്ക് മനസ്സിന് ഒത്തിരി സ്വസ്ഥതകൾ ലഭിക്കാൻ തുടങ്ങി. മുൻകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി മുൻകോപിയായിരുന്നു, എടുത്തു ചാടി സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ നമ്മളെ അലട്ടുന്ന എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ തന്നെ ഞാൻ ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് തന്നെ ഞാൻ ഒത്തിരി നിരാശയോടെ പോകുന്ന ഒരവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് മാറി ഈ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സഹോദരങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയും കണ്ട് ഞാൻ ആ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി മാറി. ഇപ്പം എത്ര വലിയ അലട്ടുന്ന മല പോലെ പ്രശ്നങ്ങളുണ്ടായാലും അതിനെ ശാന്തമായിട്ട് സ്വീകരിക്കാനുള്ളൊരു വലിയ ശക്തി കർത്താവ് എനിക്ക് തന്നു. അത് ഈ കൂട്ടായ്മയിൽ നിന്ന് ലഭിച്ച ആത്മീയമായ ഉണർവാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പൂർണ്ണമായി അത് സമൂഹം മുമ്പാകെ ഞാൻ ഏറ്റുപറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നിന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ശാന്തത കൈവരിക്കുവാനും അതനുസരിച്ച് എൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുവാനും എനിക്ക് സാധിച്ചു. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ സ്ഥിരമായ ഒരു മദ്യപാനി ആയിരുന്നില്ലെങ്കിൽ പോലും ഞാൻ മദ്യം ഉപയോഗിക്കുമായിരുന്നു, വല്ലപ്പോഴൊക്കെ സിഗരറ്റും വലിക്കുമായിരുന്നു. എന്നാൽ ഈ കൂട്ടായ്മയിൽ വന്ന്
ആ വർഷം തന്നെ എനിക്കൊരു ഉൾക്കാഴ്ച ലഭിക്കുകയും അതിനെ പൂർണ്ണമായി ഞാൻ ഉപേക്ഷിക്കും എന്ന് മാത്രമല്ല, ഞാനത് മറ്റാർക്കും എൻ്റർടൈൻ ചെയ്യില്ല അല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കില്ല എന്നുള്ള നിർബന്ധമായിരുന്നു. എൻ്റെ ഭവനത്തിൽ ഞാനത് കടത്തുകയില്ല, അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിൽ ഞാനത് സെർവ് ചെയ്യില്ല. കാരണം എൻ്റെ ഭവനത്തിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാക്സിമം ഞാൻ അവർക്ക് നാരങ്ങ കൊടുക്കാം, അതിൽ കൂടുതൽ ഒന്നും ഇല്ല എന്നുള്ള പൂർണ്ണമായ തീരുമാനമെടുത്തു. അപ്പോൾ അതനുസരിച്ച് ഇപ്പോഴും അവർ എൻ്റെ വീട്ടിൽ വരുന്നവർക്കെല്ലാം അറിയാം എൻ്റെ ഭവനത്തിൽ എങ്ങനെയാണെന്ന്. ഇനി അതനുസരിച്ച് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വീട് പുതിയ പണിത സമയത്ത് നാട്ടിലെ അവസ്ഥ വെച്ച് വീട്ടുകാർ പണിയുന്ന ആൾക്കാർക്ക് മദ്യമില്ലാതെ അവർക്ക് ഒന്നും തികയില്ല. ഞാൻ അവരോട് വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഈ മദ്യം ഞാൻ കടത്തുകയില്ല ഈ ഭവനത്തിലേക്ക്, അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് കടത്തുകയില്ല. അതോടൊപ്പം തന്നെ അത് ഉപയോഗിച്ചിട്ട് വരുന്നവരും എൻ്റെ സ്ഥലത്ത് എനിക്ക് വീട് പണിത് തരണമെന്നില്ല. അങ്ങനെ സാധ്യമാണെങ്കിൽ മാത്രം എൻ്റെ ഭവനം പണി മുന്നോട്ട് പോയാൽ മതി. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനുഗ്രഹം ഞാനും എൻ്റെ ജീവിത പങ്കാളി, ഞാൻ ഇവിടെ ഇരുന്നു, ജീവിത പങ്കാളി നാട്ടിലിരുന്ന് എല്ലാ ദിവസവും എത്രയും നല്ല മാതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലി മാതാവിനോട് മധ്യസ്ഥ അപേക്ഷിക്കുമായിരുന്നു. ഈ മക്കളിലെല്ലാം പരിശുദ്ധാത്മാവ് നിറയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരുന്നു. ബ്രദറിൻ്റെ മക്കളും ഭാര്യയെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ ജീവിത പങ്കാളി പേര് സീന, നാട്ടിലാണ്, ഹൗസ് വൈഫാണ്, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. മൂത്ത മകള് അൻമോള് 19 വയസ്സ് കഴിഞ്ഞു, അവൾ BCom സെക്കൻഡ് ഇയർ പഠിക്കുന്നു. അതിനുശേഷം 10 വർഷങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞുണ്ടായത്, മകൻ അൻസൻ. പിന്നെ 1 വർഷം കഴിഞ്ഞ് ഒരു മകളും കൂടെ ഉണ്ടായി, അൻസമോൾ. അവർ രണ്ടുപേരും ഇപ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ ആൻസൺ മോൻ്റെ ജീവിതത്തിലെ വലിയൊരു സാക്ഷ്യമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അതെ, അതെന്താ വിവരിക്കാമോ അതിനെക്കുറിച്ചൊന്ന്? അത് വലിയ സാക്ഷ്യമായിരുന്നു. കാരണം 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞുണ്ടായപ്പോൾ അതിന് ഒരു കാരണം കൂടി ഞാൻ പറയുകയാണ്. കാരണം 95 ഒക്ടോബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ശാലോം മാഗസിൻ്റെ പുറത്തൊരു കവർ ചിത്രം വന്നു. അപ്പോൾ ആ ചിത്രം ഒരു കുഞ്ഞിൻ്റെ ആയിരുന്നു, ഒരു 4 മാസം പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ ആയിരുന്നു. ആ കുഞ്ഞിൻ്റെ ചിത്രം എൻ്റെ വൈഫ് ആ ചട്ടയിലൂടെ കീറിയെടുത്തു. ഞാൻ എന്നിട്ട് വഴക്ക് പറഞ്ഞു, ഇപ്പോൾ ഇതിനെ കീറിയെന്ന് വെച്ചാൽ. അപ്പോൾ പറഞ്ഞാൽ കാര്യമുണ്ടെന്ന് പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ ഫോട്ടോ വെച്ച് വൈഫ് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. 96 ജനുവരിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ക്രമീകരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ദൈവം കുഞ്ഞ് ദാനമായി തന്ന്. 96 സെപ്റ്റംബർ 30 മകനുണ്ടായി. നോർമൽ ഡെലിവറി ആയിരുന്നു, എല്ലാം കാര്യങ്ങൾ ഭംഗിയായിട്ട് കഴിഞ്ഞു. അന്ന് വൈകിട്ട് മുതൽ മകന് അല്പം അസ്വസ്ഥതകളുണ്ടായി. അപ്പം ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. അന്ന് രാത്രി മുഴുവൻ ആ പ്രസവം നടന്ന ഹോസ്പിറ്റലിൽ തന്നെ കിടന്നു. പിറ്റേ ദിവസം കാലത്ത് ഉദ്ദേശം ഒരു 16 മണിക്കൂറിന് ശേഷമാണ് കുഞ്ഞ് ഒത്തിരി കിടന്ന് ഞെട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോഴാണ് തിരിച്ചറിഞ്ഞ് കുഞ്ഞിന് എന്തോ അസ്വസ്ഥതയെന്ന് തിരിച്ചറിഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് തൃശ്ശൂർക്ക് പോയി. തൃശ്ശൂർ അവിടെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു തൃശ്ശൂർ സാധ്യമല്ല, അതുകൊണ്ട് ഉടനെ എറണാകുളം അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറയണ്ടേ. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞു. വൈഫിൻ്റെ ബ്രദറും കൂടി എൻ്റെ അമ്മയും കൂടെ അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഈ കുഞ്ഞിന് ഒത്തിരി മണിക്കൂറുകളായിട്ട് ഓക്സിജൻ കിട്ടുന്നില്ല, കുഞ്ഞിൻ്റെ ഉള്ളിൽ കാർബൺ ഡയോക്സൈഡ് മാത്രമേ ഉള്ളൂ, ഈ കുഞ്ഞൊന്ന് ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണെന്ന് പറയുകയാണ്. അവിടെ നിന്ന് തുടങ്ങി ഞാൻ അന്ന് ഇവിടെയാണ്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കൂട്ടായ്മയിൽ പറഞ്ഞു, കൂട്ടായ്മയിൽ ശക്തമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസം മധ്യസ്ഥ പ്രാർത്ഥനയിൽ എൻ്റെ മകന് വേണ്ടിയാണ് ശക്തമായിട്ട് പ്രാർത്ഥിച്ചിരുന്നത്. 87 ദിവസം മുടങ്ങാതെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഡിന്നർ മാത്രം കഴിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അത് വലിയ സാക്ഷ്യമായിരുന്നു അല്ലേ? ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിരുന്നു. കുഞ്ഞിന് ചാൻസ് കുറവാണെന്ന് പറഞ്ഞ് അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് പറഞ്ഞതാണ്. അന്ന് ഈ പ്രകൃപ്പാണ് ഏറ്റവും കൂടുതൽ അല്ലേ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു. എല്ലാവരും കരം കോർത്തുനിന്ന് പ്രാർത്ഥിച്ച സംഭവമാണ് കേട്ടേക്കുന്നത് അല്ലേ? 87 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ മകന് കമഴ്ത്തിക്കിടത്തി മകന് തലയെല്ലാം നന്നായിട്ട് പൊന്തിച്ച് പിടിച്ചു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഉപവാസം നിർത്തുന്നത്. മൊത്തം ഡെലിവറിക്ക് മുമ്പ് 7 ദിവസവും ഡെലിവറിക്ക് ശേഷം 86 ദിവസം, മൊത്തം 93 ദിവസം ഞാൻ അടുപ്പിച്ച് ഉപവാസം എടുത്തു. അത് ഞാൻ എൻ്റെ മഹത്വമായിട്ട് പറയുകയല്ല, ദൈവം എന്നെ ശക്തിപ്പെടുത്തി എന്ന് വേണം ഞാൻ പറയുക.
അങ്ങനെ മകന് യാതൊരു അപാകതകളും ഒന്നും കൂടാതെ തന്നെ ദൈവം പരിപാലിച്ചു. മകനിപ്പോൾ 9 വയസ്സ്. ഈ സെപ്റ്റംബർ 30 9 വയസ്സാണ്. പ്രിൻസേട്ടൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? പ്രിൻസേട്ടൻ്റെ ജീവിതത്തിൽ ഈ പ്രയർ ഗ്രൂപ്പുമായിട്ടൊക്കെ ഇത്ര ആക്റ്റീവായി വരാനും ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളാണ് ഇതിന് നേതൃത്വം കൊടുക്കുകയും ഈ കൂട്ടായ്മയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയാം. കാരണം മുൻകാലത്ത് ആരംഭ കാലഘട്ടത്തിലുള്ളവരെല്ലാം ഇന്ന് ഇവിടെ നിന്ന് പോയി. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈത്താൻ കൊടുത്ത് കൊണ്ടുപോകുന്നത്. ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കാനും ഉണർവോട് പ്രവർത്തിക്കാനും കൂടുതൽ സമയം ഇതിനുവേണ്ടി കണ്ടെത്താനൊക്കെ ആയിട്ടുള്ള ആ പ്രചോദനം, എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഉള്ളടക്കം? അതൊന്ന് വിവരിക്കാമോ ഈ പ്രേക്ഷകരോട്? പ്രേക്ഷകരോട് വിവരിക്കാൻ പോയാൽ ഈ സമയം പോരാ. ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളും ജീവൻ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച അത്ഭുതങ്ങളുമൊക്കെയും അസംഖ്യമാണ്. എങ്കിലും ചില കാര്യങ്ങളൊക്കെയും ഞാൻ പറയാൻ ശ്രമിക്കാം. അതായത് ഏകദേശം 23 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ കസാബിൽ എത്തിച്ചേരുന്നത്. എൻ്റെ ഭാര്യ ട്രീസ മിലിറ്ററി നേഴ്സായിരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ജീവിത പങ്കാളി അഹമ്മദാബാദിലേക്ക് പോവുകയും അവിടെയാണ് സെൻറ്റർ. ഞാൻ അബുദാബിയിൽ ദാസ് ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹം, രണ്ട് സ്ഥലത്തായി ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഒന്നിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ എൻ്റെ ജീവിത പങ്കാളി അവർ ജോലി രാജിവെച്ചു. ഒമാനിലേക്ക് ട്രൈ ചെയ്തു. അങ്ങനെ മിനിസ്റ്റർ ഓഫ് ഒമാനിൽ സ്റ്റാഫ് നേഴ്സായിട്ട്, സീനിയർ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി കിട്ടി. മസ്കറ്റിൽ വന്നിറങ്ങിയപ്പോൾ അവർ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത് കസാബിലേക്കാണ്. എൻ്റെ ജീവിത പങ്കാളി ഈ കസാബിൽ വന്നിറങ്ങുമ്പോൾ ചുറ്റിലും നോക്കിയപ്പോൾ ഇന്ന് കാണുന്ന കസാബല്ല, അന്ന് 23 വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥ നോക്കുമ്പോൾ ഇവിടെ ഒരു ഒഴിഞ്ഞ, ഒരു മനുഷ്യരും കയറാത്ത, ആൾക്കാരില്ലാത്ത, വലിയ കമ്പനികളോ ഒന്നുമില്ലാത്ത ഒരു ഏറാങ്കര മൂല എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കസാബ്. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്തുകൊണ്ടാണ് നീ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? കാരണം ഇവിടെ ഒരു കമ്പനിയില്ല, എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു ജോലി ലഭിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നില്ല. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് എൻ്റെ ജീവിത പങ്കാളി എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയാണ് സാഹചര്യം, ഇവിടെ ഒരു ജോലി സാധ്യത കാണുന്നില്ല, കാരണം ഒരു കമ്പനിയുമില്ല, ഒരു ചെറിയ ഗ്രാമമാണ്, ദൈവം നമ്മോട് ഇത് ചെയ്തല്ലോ. എന്തായാലും ഞാൻ പറഞ്ഞു, നമുക്ക് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരിക്കും. കാരണം ഞാനും എൻ്റെ അബുദാബിയിലുള്ള ജോലി ഞാനും രാജിവെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നിച്ച് താമസിക്കണമെന്നുള്ള ആഗ്രഹം. ഞങ്ങൾക്ക് കുട്ടികളില്ല, 3 വർഷം വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ല. കുഞ്ഞുണ്ടാകണമെന്നുള്ള ആഗ്രഹം, ഒന്നിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹം. ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ രണ്ടുപേരും രാജിവെച്ചത്, രണ്ടുപേർക്ക് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതാണ് സ്ഥിതി. ഇങ്ങോട്ട് വരുവാനായിട്ട് ഒരു സാധ്യതയും ജീവിത പങ്കാളി കാണുന്നില്ല. അങ്ങനെ ജീവിത പങ്കാളി പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു വീസ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് കരുതി വെച്ചിരുന്നു. അല്ലേ, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എനിക്കുണ്ട്, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതി, നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്നാണ് അവിടുന്ന് അരുളി ചെയ്തിരിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ക്ഷേമത്തിലുള്ള പദ്ധതിയായിരുന്നു, ശുഭമായ പദ്ധതിയായിരുന്നു. കാരണം ഇവിടെ ഒരു വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന സഹോദരന്, ആ സഹോദരന് 2 വീസ ഉണ്ടായിരുന്നു. കാരണം ഞാൻ AC ടെക്നീഷ്യനായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഒരു ചാൻസിന് വേണ്ടി ഇങ്ങനെ എൻ്റെ ജീവിത പങ്കാളി ശ്രമിച്ചപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയുടെ കൂടെയായിരുന്നു എൻ്റെ ഈ അറബിയും ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം അറബി ഡ്യൂട്ടിക്ക് വന്നപ്പോൾ, പങ്കാളിയുടെ കൂടെ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലി വേണം, ഇവിടെ വന്നിട്ട് ഒരു ചാൻസും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്താണ് എൻ്റെ ജീവിത പങ്കാളിയുടെ ജോലി, എന്ത് ജോലി അറിയാമെന്ന്. അപ്പോൾ പറഞ്ഞു, എൻ്റെ ജീവിത പങ്കാളി AC ടെക്നീഷ്യനാണ് എന്ന് പറഞ്ഞു. ഉടനെ ഇന്ന് വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ ഇതിനോട് കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് ഈ വർക്ക്ഷോപ്പിൽ ചെന്ന് ഈ സഹോദരൻ പ്രകാശ് എന്ന് പറയുന്ന സഹോദരനായിരുന്നു. ആ സഹോദരോട് പറഞ്ഞു, നിനക്ക് ഒരു വീസ നിലയിലില്ലേ, നീ ഇതുവരെ ആരെയും കൊണ്ടുവന്നിട്ടില്ലല്ലോ, ആ വീസ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭർത്താവിന് കൊടുക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവർ, ആ സഹോദരൻ സമ്മതിയെ, കാരണം അത്രയും ഒരു ഏകദേശം ആ വീസ ക്ലിയറൻസ് കിട്ടിയിട്ട് 1 വർഷമായി, ആർക്കും കൊടുക്കാണ്ട് പലരും അന്വേഷിച്ചിട്ടും ആർക്കും കൊടുക്കാൻ ആ സഹോദരൻ മനസ്സ് വന്നില്ല. കാരണം ആ വീസ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കിയിരുന്നായിരുന്നു. പ്രിയപ്പെട്ടവർ, അങ്ങനെ ആ വീസ കിട്ടുകയും 6 മാസത്തിനുള്ളിൽ ഞാൻ ഈ കസാബിൽ എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ കസാബിൽ 6 മാസത്തിനുള്ളിൽ എത്തിച്ചേർന്നു. ആ സഹോദരനോട് ജോലി തുടങ്ങി. അങ്ങനെ ചില കാരണങ്ങളാൽ ആ സഹോദരൻ ഇവിടെ വിട്ടുപോവുകയും അങ്ങനെ വർക്ക്ഷോപ്പ് ഞാൻ ഏറ്റെടുക്കുകയും, അങ്ങനെ ദൈവകൃപയാൽ ഇന്ന് ആ വർക്ക്ഷോപ്പും മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ്റെ കോൺട്രാക്ട് വർക്കുമായിട്ട് ദൈവം എന്നെ പരിപാലിച്ചു കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ കടന്നു വരുമ്പോൾ ഇവിടെ പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. അന്ന് എല്ലാ സഭാവിഭാഗങ്ങളും ഇവിടെ കൂടി, പെന്തക്കോസ്ത് ഉൾപ്പെടെയുള്ള ഒരു സഭാവിഭാഗങ്ങൾ കൂടി 10-30 വർഷമായിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയുടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് സഹോദരനും ഉണ്ടായിരുന്നു അവിടെ.
അങ്ങനെ ബാബുച്ചായൻ എന്ന് പറയുന്ന സഹോദരനാണ് നമ്മുടെ ചിങ്ങവനത്തുള്ള ബാബുച്ചായൻ ബ്രദർ ആയിരുന്നു ആ പ്രാർത്ഥന ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന ലീഡർഷിപ്പിലാണ് നമ്മളെല്ലാം കടന്നു വരികയും വളർന്നു വരികയും ചെയ്തത്. അദ്ദേഹം എല്ലാത്തിനും അതിസമർത്ഥനായ ഒരു ലീഡറായിരുന്നു. കാരണം പ്രാർത്ഥിക്കാനാണെങ്കിലും വചനം പറയാനാണെങ്കിലും പാട്ട് പാടാനാണെങ്കിലും നയിക്കാനാണെങ്കിലും ഏത് കാര്യത്തിലും നല്ല സമർത്ഥനായ ഒരു സഹോദരനായിരുന്നു ബാബു സഹോദരൻ. അദ്ദേഹം ബാബു ഒണാട്ട് ചിങ്ങവനത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് കാലാവധി തീർന്നു നാട്ടിൽ ഇപ്പോൾ വിശ്രമ ജീവിതമാണ് നയിക്കുന്നത്. ദൈവം അദ്ദേഹത്തെ പരിപാലിക്കുന്ന ഓർത്തു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം പറയാതിരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അദ്ദേഹം പോയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് പിന്നെ ബാക്കി എല്ലാവരും പോയി, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ആ സീനിയർ ഉള്ളത്. അങ്ങനെയാണ് ഞാൻ കൂട്ടായ്മയുടെ ലീഡറാകുന്നതും. ദൈവപരിപാലനം ഞാനല്ല, പരിശുദ്ധാത്മാവ് എന്നിലൂടെ കൂട്ടായ്മയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകുന്നു. ആദ്യം മോള് ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് മോനുണ്ടാകുന്നു, പിന്നെ മൂന്നാമതാണ് ഞങ്ങൾക്കൊരു മോളുണ്ടാകുന്നു. ആ മോളുണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ഒരു നിയമം അനുസരിച്ച് 2 ലീവിൽ കൂടുതൽ കൊടുക്കില്ല. പ്രസവാവധി 2 വർഷത്തിൽ കൂടുതൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ കൊടുക്കില്ല. അപ്പോൾ മൂന്നാമതൊരു പ്രസവാവധിക്ക് കൂടി അപേക്ഷ കൊടുത്തപ്പോൾ അവർ തള്ളുകയാണ് ചെയ്തത്. തള്ളിട്ട് പറഞ്ഞു, ഇവരുടെ സീനിയർ മാഡം പറഞ്ഞു, ഇത് തരുവാൻ അനുവദിക്കുവാൻ സാധ്യമല്ല, ഒന്നുമില്ലെങ്കിൽ രാജിവെക്കണം, അല്ലെങ്കിൽ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് ജോലി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജോലി രാജിവെച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവകൃപ നോക്കുക. ആ ജോലി രാജിവെച്ച കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ തിരിച്ച് വിളിച്ചിട്ട് ഞങ്ങൾക്ക് പ്രസവാവധി തരികയും, സ്തോത്രം, ഹാലേലുയ, വർണ്ണിക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് പ്രസവാവധി തരികയും അങ്ങനെ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ഇളയ മോളെ പ്രസവിക്കുകയും ചെയ്തു. ഹാലേലുയ, ദൈവത്തിൻ്റെ വലിയ കരമാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ദൈവം നമ്മൾ പറഞ്ഞിട്ടുള്ള ആ പ്രിൻസിപ്പളിന് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ ദൈവം നമ്മളെ മാനിച്ചു. ഹാലേലുയ, ജോലിയേക്കാളും പ്രധാനം എൻ്റെ ദൈവമാണ് എന്ന് ഞാൻ കരുതി. ഹാലേലുയ, ദൈവം നമ്മളെ മാനിച്ചു. ഹാലേലുയ. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം നാട്ടിലാണ് പഠിക്കുന്നത്. എൻ്റെ ജീവിത പങ്കാളി ദിബ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ദിബയിലേക്കാണ് താമസം പറയുക. കാരണം ഇവിടെ 7ാം ക്ലാസ് വരെയേ ഉള്ളൂ ഇന്ത്യൻ സ്കൂൾ. പിന്നെ ഞങ്ങൾക്ക് പോകുന്നില്ല കുട്ടികളെ നാട്ടിലേക്ക് വിടുക, അല്ലെങ്കിൽ ഇവിടെ ഫുജറയിലേക്ക് പോകാൻ, ദിബ എന്ന സ്ഥലത്തേക്ക് പോയാൽ അവിടുന്ന് ഫുജറയിലേക്ക് UAE കൊണ്ടുപോയി പിള്ളേരെ പഠിപ്പിക്കാം. അങ്ങനെ ആഗ്രഹത്തിന് വേണ്ടി വളരെ നാളത്തെ പരിശ്രമവും വളരെ പ്രാർത്ഥനയുടെയും ഫലമായിട്ട് മൂത്ത മോളെ കൊണ്ടുപോകാൻ സാധിച്ചില്ല. മൂത്തമോളെ നാട്ടിൽ വിട്ട് ബോർഡിങ്ങിലാക്കി പഠിപ്പിച്ചു. രണ്ടാമത്തെ മോനും മോളും തൊട്ട് അവിടെ ഫുജറയ സെൻറ്റ് മേരീസ് സ്കൂളിൽ പഠിക്കുവാനായിട്ടുള്ള കൃപ നൽകുക. അത് വലിയ കൃപയാണ്. കാരണം ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ പഠിക്കണമെന്നുള്ളത്. സ്തോത്രം. ഹാലേ, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു മാനിച്ച് വഴി നടത്തുന്ന ദൈവത്തിന് 1000 സ്തുതിയും നന്ദിയും കരയറ്റുന്നു. എബ്രഹാം ചേട്ടൻ ഇവിടെ വന്നിട്ട് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ നേരത്തെ സാക്ഷ്യമായിട്ട് പറഞ്ഞെങ്കിലും മദ്യം ഉപേക്ഷിക്കുകയും അത് കൊടുക്കൽ പോലും ഇല്ലാതാക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെട്ടു എന്നെല്ലാം സാക്ഷ്യം പറയുകയുണ്ടായി. കൂടാതെ ഇപ്പോൾ ഈ ഗ്രൂപ്പിലാണെങ്കിലും വളരെ ആക്റ്റീവായി കടന്നു വരികയും പണ്ട് കാലത്തൊക്കെ ഗ്രൂപ്പിൽ നാമമാത്രമായിട്ട് ഇടയ്ക്ക് വന്നു പോകുന്ന ഒരാളായെന്ന് തോന്നുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ അടുത്ത കാലങ്ങളായിട്ട് വളരെ നേതൃസ്ഥാനത്ത് വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുകയും കൂടുതൽ ദൈവത്തെ അനുഭവിച്ചറിയുവാനും സാധിച്ചു. അപ്പോൾ അത് എങ്ങനെയാണ് ഈ പ്രയർ ഗ്രൂപ്പുമായിട്ട് ഇത്രയും ടച്ച് വരാനും ദൈവികമായ ഒരു അനുഭവം ഉണ്ടാകുവാൻ, കരസ്പർശനം ഉണ്ടാകുവാനൊക്കെ കാരണം എന്തായിരുന്നു പിന്നീടുള്ള കാലഘട്ടത്തിൽ? എനിക്ക് കൂട്ടായ്മയിലേക്ക് കടന്നു വരാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞ പോലെ തന്നെ മദ്യവുമായി ബന്ധപ്പെട്ട ജോലിയായിരുന്നു. കാരണം അത് അർദ്ധരാത്രിയോടെ അടുത്താണ് ജോലി കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ആ സാഹചര്യത്തിൽ എനിക്ക് കൂട്ടായ്മയിൽ കടന്നു വരാനുള്ള അവസരമില്ലായിരുന്നു. പിന്നീട് ഞാനത് മദ്യം ഒഴിവാക്കി, അതിന് ദൈവമേ എനിക്ക് കൃപ നൽകണം, ഇതിന് ഒഴിയാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്കൊരു വിടുതൽ നൽകി. അതോടൊപ്പം തന്നെ എൻ്റെ ജോലിയിൽ എനിക്കൊരു മാറ്റം തന്നു. അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും ഒക്കെ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒമാൻ എയർഫോഴ്സിലെ അവരൊക്കെ ഒരു സഹായം, ഞാൻ ഇവിടെ ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, എല്ലാം അവർക്കറിയാം. അപ്പം അവരുടെ ഒരു സപ്പോർട്ട് എനിക്കുണ്ട്. ഈ ആഴ്ചയിൽ 3 ദിവസം ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ് വലിയൊരു കാര്യം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപ. കാരണം നമ്മുടെ ഈ സഹോദരൻ പറഞ്ഞ പോലെ തന്നെ കൂട്ടായ്മ നയിച്ചിരുന്ന 25 വർഷത്തിന് മുകളിൽ കൂട്ടായ്മയെ നല്ല ശക്തമായി നയിച്ചിരുന്ന, എല്ലാ കഴിവുകളും കൂടി നയിച്ചിരുന്ന സഹോദരനാണ് ബാബു ചാക്കോ ഓണാട്ട്. ആ സഹോദരൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത സഹോദരൻ ഫ്രാൻസിസ് സഹോദരനാണ്, പ്രിൻസേട്ടനാണ് കൂട്ടായ്മ നയിക്കുന്ന അടുത്തയാൾ. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇവരില്ലാതെ വരുമ്പോൾ പിന്നെ കൂട്ടായ്മയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് നയിക്കേണ്ടതായ ഒരു ചുമതല ദൈവം എന്നെ ഏൽപ്പിച്ചു. ആ സമയത്ത് ദൈവത്തിൻ്റെ, കാരണം എനിക്ക് കഴിവുണ്ടായിട്ടല്ല. അപ്പോൾ വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം
4-ാം അധ്യായം 13-ാം വാക്യം പറയുന്ന പോലെ എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം, ആ ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ കൊണ്ടത് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി വേല ജീവൻ ദൈവം എന്നെ എടുത്ത് ഒരുക്കിയത്. കാരണം ഞാൻ അറിയാതെ തന്നെ എന്നിൽ കൂടി ദൈവത്തിൻ്റെ ശക്തമായ വേല ജീവൻ ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചു. അതുവഴി മുമ്പ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ കുടുംബവും അനുഗ്രഹം പ്രാപിച്ചു. അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ നമ്മളുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സമൂഹം എല്ലാം അനുഗ്രഹം പ്രാപിക്കും. ആ ഒരു വിശ്വാസം. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും അനുഗ്രഹം പ്രാപിക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ആ ശക്തമായ ഇടപെടൽ നമ്മളിലേക്ക് ഉണ്ടാകും എന്ന വിശ്വാസവും കൂടി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ബ്രദറിനും ഈ പ്രയർ ഗ്രൂപ്പിലൂടെ വളരെയധികം നല്ല അനുഭവങ്ങളാണ് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. ബ്രദറിൻ്റെ ജീവിതത്തിൽ അവയ കൂട്ടായ്മയിലൂടെ ഇന്ന് ശക്തമായിട്ട് മുൻപോട്ട് വന്നക്കോണം ദൈവം അനുദിനം ഓരോ അനുഭവങ്ങൾ തന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രയർ ഗ്രൂപ്പിൻ്റെ നിങ്ങളുടെ സ്നേഹവും ഐക്യവും ഒക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു അനുഭവം തന്നെയായിരിക്കും പക്ഷേ ബ്രദറിനെ ഇന്നും ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. ബ്രദറിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കട്ടെ. ബ്രദർ ആ മകനിലൂടെ തന്നെ ദൈവത്തിന് വലിയ സാക്ഷ്യങ്ങൾ പക്ഷേ ആവശ്യമായിരിക്കാം. കാരണം ഒരുപക്ഷെ ഇന്ന് ഈ ഭൂമുഖത്ത് ഉണ്ടായിരിക്കേണ്ടതല്ല. ഒരപ്പൻ ആ മകന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ആ ഭാരപ്പെടലും എല്ലാം ഉണ്ടായതുകൊണ്ടാണ് അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടല്ലോ ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ ഈ പ്രിയപ്പെട്ട സഹോദരന്മാർ പങ്കുവച്ചത്. ഈ സഹോദരൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ട മകൻ ആൻസൺ മകനെക്കുറിച്ച് 10 വർഷങ്ങൾക്ക് ശേഷം എല്ലാ അവധിക്കും പോകുമ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പോകുമായിരുന്നു. എന്നാൽ 10 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തപ്പോൾ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞല്ലോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് ഈ മകൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചൊരു അത്ഭുതമാണ് നിങ്ങൾ കേട്ടത്. അതുപോലെ പ്രിയപ്പെട്ട എബ്രഹാം ബ്രദർ പറഞ്ഞു ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികൾ. ഒരു കാലത്ത് അദ്ദേഹം വെറുതെ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്ന് പോകുമായിരുന്നു. അന്ന് തെറ്റും പുറകിലിരുന്ന് കടന്നു പോകുന്നെങ്കിൽ പിന്നീട് ഈ പ്രാർത്ഥന ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന മകനാക്കി ദൈവം മാറ്റി. ഈ സാക്ഷ്യം കാണുന്ന എല്ലാവർക്കും ഇത് അനുഭവമായിരിക്കട്ടെ. ഇത്രയും സമയം ഈ സാക്ഷ്യത്തിനായി വന്നു ചേർന്ന ഈ സഹോദരന്മാർക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ സ്നേഹവും നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ സകല മർത്തരുടെയും ദൈവമായ കർത്താവാണെന്ന് അരുൾ ചെയ്ത കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ പൂർത്തീകരണമാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ കണ്ടത്. വിവിധ സാഹചര്യങ്ങളിലൂടെ ദൈവം അവരെ അനുഗ്രഹിച്ച വഴികളാണ് നാം കേട്ടത്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ദൈവത്തിന് നന്ദി. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com